ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു കറിയാണ് ചെയ്യുന്നത്. എന്താണെന്നറിയോ? മോര് കറി, അതായത് ലൂബിക്ക മോര് കറി. ഒരു പക്ഷേ ഇത് പലരും കണ്ട് കാണത്തില്ല, ഈ ലൂബിക്ക മോര് കറി. ഇപ്പോൾ ലൂബിക്കാനൊക്കെ ഒരു സീസണല്ലേ, പലയിടത്തും ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ പറമ്പിലൊക്കെ കിളുക്കുകയാണെങ്കിൽ അതൊന്ന് ഒരു പിടി എടുത്താൽ നല്ല അടിപൊളി ഒരു മോര് കറി വെക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. തിളച്ചൊന്ന് നോക്കട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് നനത്തതിന് ശേഷം ഈ ലൂവിക്ക ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് വെള്ളത്തിനകത്ത് ലൂവിക്ക ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒരുപാടങ്ങ് വെന്ത് പോലെ എന്നാൽ വേഗം ചെയ്യണം. ഇപ്പോൾ കഴിവത് ഈ പഴുത്ത് മാത്രം എടുക്കുക. പച്ച ആകുമ്പോഴത്തേക്കും വേകാനൊക്കെ താമസമാണ്. അതുകൊണ്ട് ഈ വിളഞ്ഞ് നോക്കി പഴുത്ത് ഇങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റ് ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ കിടന്നാൽ മതി. ഇനി ഇതൊക്കെ നിർത്തിയിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതെടുത്തിട്ട് ഇതേപോലെ ഒരു അരിപ്പയ്ക്കകത്തേക്ക് എടുത്ത പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് ഇടല്ലേ, ഇതേപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ ഇടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ തൈര് എടുക്കുമ്പോഴത്തേക്കും അധികം പുളിയുള്ള എടുക്കല്ലേ. കാര്യം ലൂവിക്ക എന്ന് പറയുന്ന ഐറ്റം പുളിയുള്ള. ഇപ്പോൾ പുളി കുറവുള്ള തൈര് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം ഇതേപോലെ നമുക്കറിയാമല്ലോ തൈരൊന്ന് ഉടച്ചെടുക്കുക എന്നുള്ളത്. ഇത് നമുക്ക് അടുപ്പ് ഒന്നുകൊടുന്ന് കത്തി ഏതെങ്കിലും ഒരു ഉരുളി, ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ഒരു ഉരുളിയാണ്. നമ്മൾ ആ ഉരുളി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരല്പം കടുക് ഒന്നിട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു നുള്ള് ഉലുവ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്. അപ്പോൾ ആദ്യം വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം അടുത്തായിട്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് ഇനി നമുക്ക് ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയില്ല ഒന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയ്ക്കകത്തിട്ട് 2-3 വറ്റൽമുളകും അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് ഇടുക. രണ്ട് തണ്ട് കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സത്യമായി ഇതിലെന്ന് പറഞ്ഞാൽ അധികം പൈസയൊന്നും കൊടുക്കേണ്ട സാധനമൊന്നുമല്ല, വീട്ടുപറമ്പിലൊക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ ഇത് നിങ്ങളെ പലർക്കും ഇത് അറിയത്തില്ല, ഇങ്ങനൊരു ഐറ്റം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അറിയാൻ പറ്റവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതിന് നമ്മൾ ലൂവിക്കാനും പറയും, ലോലോലിക്കാനും പറയും. അപ്പോൾ ഈ 2 പേരിലും ഇത് പ്രസിദ്ധമാണ്. അപ്പോൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ ഏറ്റവും കുറച്ച് വേണം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അങ്ങോട്ടിട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ പൊടികളിട്ട ശേഷം ഇതൊരു അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മുങ്ങിക്കിടന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തോട്ട് തൈരിനൂടെ കണക്ക് കൂട്ടി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഇപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. തിള വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നിർത്തി കൊടുക്കുക. ഇനി ഈ തൈര് ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1/2 ലിറ്റർ തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ ഈ മോര് കറി എന്ന് പറയുമ്പോഴത്തേക്കും ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുന്ന ഒരു രീതിക്കാണ് ഈ മോര് കറി റെഡിയാക്കേണ്ടത്. കേട്ടോ, ലൂവിക്കായിട്ട് അല്ലെങ്കിൽ ഓരോലിക്കായിട്ട് മോര് കറി. അപ്പോൾ ഇത് തൈര് തിളപ്പിക്കത്തില്ല, തൈര് തിളപ്പിച്ചാൽ തിരിഞ്ഞു പോകും നമുക്കറിയാം. അപ്പോൾ ഇത് ഈ പാത്രം നല്ല ചൂടാണ്. നമ്മുടെ ലോലോലിക്ക അല്ലെങ്കിൽ ലൂവിക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് നേരെ അടുപ്പത്ത് നിന്ന് താഴോട്ട് വെക്കാം. നമ്മൾ ലോലോലിക്ക വെന്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ചീനച്ചട്ടിക്കകത്ത് ഒരല്പം വെള്ളമോട് ഒഴിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കട്ട തൈരല്ലേ, അപ്പോൾ തൈരൊന്ന് ലൂസാകുകയും ചെയ്യും.
ഇപ്പോൾ ലോലോലിക്കായോ അല്ലെങ്കിൽ ലൂപിക്ക എന്ന് പറയുന്ന സാധനമൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ. അതുകൊണ്ട് ഒരു സിമ്പിൾ കറി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വലിയ സംഭവമായിട്ടൊന്നും ആരും കരുതില്ല കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിപ്പോൾ കറി വെച്ചിട്ട് ഉടനെ എടുക്കാതെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. തേങ്ങ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് കേടാകത്തുമില്ല. ഇപ്പോൾ 1-2 ദിവസം വേണേലും ഇരുന്നോളും. ഒരു കുപ്പിക്കകത്തും എല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിച്ചാൽ മതി. അപ്പം നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഒരു സിമ്പിൾ കറി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.